ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് തലയിൽ വന്നിട്ട് ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടോ? നിനക്ക് പുഴുക്കടിയാണെടാ, പോയി തേച്ചൊരച്ച് കുളിക്കെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും ഇത് അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ കുളിച്ചെന്ന് കരുതിയിട്ടൊന്നും ഇത് മാറാൻ പോകുന്നില്ല. ഇതാണ് നമ്മൾ അലോപേഷ്യ അല്ലെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ ഇന്ദ്രലുപ്തം എന്ന് പറയുന്ന ഒരു അസുഖം ആണ് വരുന്നത്. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം, ഇതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് കാരണം ഇല്ല. ഇത് ഒരു ബാക്ടീരിയ കൊണ്ടോ വൈറസ് കൊണ്ടോ ഈ പുറത്തുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടോ വരുന്ന ഒരു അസുഖമല്ല. ഇത് വരുന്നത് നമ്മുടെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറി ഡിസോർഡറിലാണ് വരുന്നത്. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, അത് വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മുടെ സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. പുറത്തുനിന്ന് ആരോ കയറിയെന്ന് കരുതിയിട്ട് നമ്മുടെ സെൽസിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അറ്റാക്ക് വരുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസിൽ വരുന്നു. അവിടെ ഇൻഫ്ലമേഷൻ വരുന്നു, അവിടെ മുടി കൊഴിയുന്നു. അപ്പോൾ അവിടെ റൗണ്ട് പാച്ച് ആയിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടാവും. അവിടെ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ഒക്കെ ആയിരിക്കും ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. നന്നായിട്ട് നമുക്ക് ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. സാധാരണ ആണുങ്ങളിൽ കണ്ടുവരുന്ന ഒരു കഷണ്ടി ഉണ്ടല്ലോ, അത് ആൻഡ്രോജനറ്റിക് അലോപേഷ്യ എന്ന് പറയും. അത് വ്യത്യാസമാണ്, ഇതും വ്യത്യാസമാണ്. അപ്പോൾ ഇതൊരു പെർമനന്റ് ഹെയർ ലോസ് ആണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ കഷണ്ടിക്ക് മുന്നേ ഉള്ള ഒരു സ്റ്റേജ് ആണെന്ന് കരുതിയിട്ടോ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ആണോ എന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. വളരെ കൃത്യമായിട്ടുള്ള ചികിത്സകളൊക്കെ ഇതിന് ലഭ്യമാണ്.